There are so many distractions all around us, but how to focus on your goals? If you're feeling distracted, just listen to me. കുറച്ചു നേരം നമുക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് നമ്മുടെ ഗോൾസ് എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്ന് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു തോട്ട് ഇതാണ്: ഹൗ ടു ഫോക്കസ് ഓൺ യുവർ ഗോൾസ് ഈവൻ ഇഫ് യു ആർ ഡിസ്ട്രാക്റ്റഡ്. നമ്മുടെ മൈൻഡാണ് എല്ലാത്തിനും നമ്മളെ ഒരു രീതിയിൽ ഗോളിലേക്ക് സെറ്റ് ചെയ്യണ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ബട്ട് ഇഫ് മൈൻഡ് കനോട്ട് ഫോക്കസ്, വാട്ട് വിൽ ഡു? നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകൾ വരികയാണ്. അപ്പോൾ നമ്മുടെ ഒബിയസ്ലി നമ്മുടെ തോട്ട്സ് എല്ലാം ചിന്നിച്ചെതറി പോകും. നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ട് മെനി വേയ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ എൻവയോൺമെൻറ്റ്, വേർ വി ഗ്രൂ, വേർ വി ആർ ഇൻ. നമ്മളെങ്ങനെയാണ് വളർന്നത്, നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ചുറ്റുപാട്, അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഫോക്കസ് ചെയ്യുന്ന ചുറ്റുപാട് എന്താ, ഇതെല്ലാം കൂടിയാണ് നമ്മുടെ ഗോളിനെ പൂർത്തിയാക്കാൻ നമ്മൾ സഹായിക്കുന്ന ഘടകങ്ങൾ അല്ലേ? ചിലപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് ഫേവറബിൾ ആയിരിക്കില്ല, എന്നാലും നമ്മുടെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യണം. സോ വാട്ട് വിൽ ഡു? ഫോക്കസ് ഓൺ ദ ഗോൾ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചുറ്റുപാട് നല്ലതല്ലെങ്കിൽ നമുക്ക് ഗോൾ ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ എയിം ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റാർട്ട്. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എഹെഡ് ഇസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആ ഗോളിലേക്കുള്ള നടക്കാവുന്ന ദൂരം എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വി ഹാവ് സെറ്റ് എ ഗോൾ. നമുക്കൊരു ഗോൾ ഉണ്ട്, അപ്പം അതിലേക്ക് നടക്കാനുള്ള ദൂരം വാട്ട് വി ഹാവ് ടു ഡു, നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊരു സെൻറ്റൻസ് ആണ് മാർക്ക് ട്വെയിൻ്റെ. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എഹെഡ് ഇസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. വാട്ട് എവർ വി നീഡ് ഇസ് വി നീഡ് ടു സ്റ്റാർട്ട് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാണ്ട് നമ്മൾ ഗോളിനെ മാത്രം ആലോചിച്ച് എനിക്ക് ഇത്രയൊക്കെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് മാത്രം ആലോചിച്ചിരുന്നാൽ ആ ഗോൾ സെറ്റിംഗ് ആവില്ല. സോ വി ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ് ടു അച്ചീവ് ദ ഗോൾ. ഗോളെല്ലാം ABC ഓഫ് ഗോൾ എന്ന് പറയുന്നത്, അച്ചീവിങ് എ ഗോൾ എന്ന് പറയുന്നത്, വി നീഡ് എൻ എയിം അല്ലേ? ആ എയിം എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കുന്ന എയിം ആവണം. നമ്മൾക്ക് ടു ഹൈ ആയിട്ട് എയിം വെച്ചിട്ട് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യണില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫോക്കസ് ഓൺ എൻ അച്ചീവബിൾ എയിം. ആ ഒരു ഗോൾ അച്ചീവബിൾ എയിം ഉണ്ടായിരിക്കണം. അതേസമയം ആ അച്ചീവബിൾ എയിം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗോൾ ഷുവറായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ഹൈ പ്രൊഫൈലൊക്കെ വെച്ച് നമുക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഇപ്പം എൻ്റെ ഒരു കപ്പാസിറ്റി എനിക്കറിയാലോ, പക്ഷെ ഞാൻ എയിം ചെയ്യണത് മോർ ദാൻ മൈ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുമല്ല. സോ കുഡ് ഐ അച്ചീവ് ദ ഗോൾ? നോ അല്ലേ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം, അതേസമയം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ ഒരു അച്ചീവബിൾ എയിമും ഉണ്ടാക്കുക. അപ്പോൾ ആ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അപ്ഗ്രേഡ് അവർ സെൽഫ്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത് ഫൈൻഡ് യുവർ പീപ്പിൾ. യു ആർ ദ കമ്പനി യു കീപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ്, നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നമ്മളുടെ എങ്ങനെയാണോ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണോ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ പീപ്പിൾ ഹു എലിവേറ്റ് യു ആൻഡ് സപ്പോർട്ട് യുവർ ഗോൾസ്. നമുക്കൊരു നമുക്കൊരു ഗെയിം പോലെ ഇത് വിചാരിക്കാം. ഈ ഗെയിമിൽ നമ്മൾക്ക് കുറേ ചിയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കും. ഒരു സ്പോർട്സൊക്കെ ഒക്കെ പോകുമ്പോൾ നമ്മൾക്ക് കുറേ ചിയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അതേസമയം നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്പോർട്സ്മാൻ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് വരില്ല. കുറേ ചിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, ഇങ്ങനെ നമ്മളെ ചിയർ ചെയ്യാൻ കുറേ ആൾക്കാർ. ചിന്തിച്ച് നോക്കും, ചിലപ്പോഴല്ല മിക്കപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കുറേ ആൾക്കാർ നമ്മുടെ വളർച്ചയിൽ ജലസുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കസ് ആൻഡ് ഫൈൻഡ് the people who motivate you and support you to achieve your goal. നമ്മളിങ്ങനെ വിഷമിച്ച് ഗ്രൂപ്പിലൊന്നും പെടാണ്ട് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പുറത്ത് ചുറ്റും വേറെ സൈഡിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുക്കുക. നമ്മളുടെ ഓരോ മൂമെൻറ്റിന് നമ്മുടെ ദിശ എങ്ങനെയാണ്, നമ്മുടെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന് നമ്മളോട് പറയുന്ന ആൾക്കാരിൽ നീ പോണ ഡയറക്ഷൻ കറക്റ്റാണ് കേട്ടോ, ആൻഡ് ഐ ആം ഗോയിങ് ടു സപ്പോർട്ട് യു. നമ്മൾ കുറേ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി വന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആവില്ല നമ്മുടെ ആഗ്രഹം. വാട്ട് വി നീഡ് നൗ ഇസ് എ വേർഡ്, യു ക്യാൻ ഡു ദിസ്. അത് പറയാൻ നിങ്ങളുടെ ചുറ്റും ഒന്നോ രണ്ടോ പേരുണ്ടോ, ആൻഡ് യു ആർ ദ സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് ഫൈൻഡ് ഇറ്റ്. അത്ര ആളുകളെ കണ്ടുപിടിക്കുക. ചില ആളുകളുണ്ട് നമ്മൾ എന്ത് ചെയ്താലും നീയൊന്നും നേരെയാവാൻ പോണില്ല എന്ന് പറയുന്നവർ. അവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഫോക്കസ് ഓൺ ദ പീപ്പിൾ ഹു മോട്ടിവേറ്റ് യു, ഹു സപ്പോർട്ട് യു. പിന്നെ
എപ്പോഴും മൈൻഡിൽ വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? സക്സസ് 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 എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. സക്സസ് ഇസ് നോട്ട് കീ ടു ഹാപ്പിനെസ്, ബട്ട് ഹാപ്പിനെസ് ഈസ് കീ ടു സക്സസ്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് സന്തോഷത്തോടു കൂടി ചെയ്യുക, പൂർണ്ണതയോട് കൂടി ചെയ്യുക. അപ്പോൾ സക്സസ് ഓൾറെഡി നമ്മൾക്ക് അച്ചീവബിൾ ആയിരിക്കും. നമുക്ക് ഡിസ്ട്രാക്ഷൻ, ഗോളിൽ നിന്ന് ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷമുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നേ ഉള്ളൂ. ഏത് ഗോളും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. മൈൻഡ് പീസ്ഫുൾ അല്ലെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ഫോക്കസ് കിട്ടില്ല, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പോൾ നമുക്ക് സക്സസ് എന്നുള്ളത് കുറച്ച് വിദൂര സ്വപ്നമായിരിക്കാം. അപ്പം മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഹാപ്പി ആൻഡ് പീസ്ഫുൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ചിലപ്പോഴല്ലെങ്കിലും മിക്കപ്പോഴും ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഹാപ്പി ആൻഡ് പീസ്ഫുൾ എൻവയോൺമെൻറ്റ് ഉണ്ടായി നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ ആ എയിമിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ക്രിയേറ്റ് എൻ ആംബിഷൻ ഇൻ അവർ മൈൻഡ്. നമുക്കൊരു ആംബിഷൻ ഉണ്ടായിരിക്കണം, നമ്മൾ ഈ ഗോളിലേക്ക് എത്തുമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ആ ആംബിഷനാണ് നമ്മുടെ ത്രഷോൾഡ് എനർജി. നമ്മുടെ ഗോൾ റീച്ച് ചെയ്യാനുള്ള ത്രഷോൾഡ് എനർജി ആംബിഷനാണ്. ദർ ആർ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ. നമ്മൾ പഠിക്കാനിരുന്നുണ്ടെങ്കിൽ നല്ലൊരു പാട്ട് കേട്ടു, അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയില്ലേ? ഓക്കെ, ഞാൻ ഈ 2 മിനിറ്റ് ഈ പാട്ട് കേട്ടിട്ട് പഠിക്കാം എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. 2 മിനിറ്റ് 3 മിനിറ്റ് ആവും, 4 മിനിറ്റ് ആവും, 5 മിനിറ്റ് ആവും, പിന്നെ നമ്മൾ ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആയ പാട്ട് മാത്രം കേട്ടിരിക്കും. പക്ഷെ എക്സാമാണ് വരുന്നത്. ഫോക്കസ് ഓൺ യുവർ എക്സാംസ്, ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. നമുക്ക് 90% മാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ 2 മിനിറ്റിൽ നമ്മൾ വിചാരിക്കുന്ന ആ മെയിൻ ക്വസ്റ്റ്യൻ നമ്മുടെ കണ്ണിൽ പെടാണ്ട് പോകും, അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് എയിം ഉള്ളപ്പോൾ നമ്മുടെ ചുറ്റും സപ്പോർട്ടില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവണത്. നമ്മുടെ ചുറ്റും സപ്പോർട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി ഡീമോട്ടിവേറ്റഡ് ആവില്ലേ? എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ട് പീസ്ഫുള്ളി നമുക്ക് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ ഹൗ വി ക്യാൻ അച്ചീവ് ദ ഗോൾ? അപ്പോൾ വി ഹാവ് ടു ക്രിയേറ്റ് ദ ഹാപ്പിനെസ്. നമ്മൾ കുറച്ച് ഹാപ്പിനെസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദ എൻവയോൺമെൻറ്റ് ടോട്ടലി ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും എനർജി കിട്ടും. ദ ഓൺലി വേ ടു ഡു ഗ്രേറ്റ് വർക്ക് ഈസ് ടു ലവ് വാട്ട് യു ഡു. നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ആൻഡ് ദ സിലബസ് വി ഫീൽ ഇറ്റ് വിൽ നോട്ട് കവർഡ്. നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, ലോട്ട് ആൻഡ് വാസ്റ്റ് സിലബസ് ആണ് എന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക, പഠിക്കുന്ന നിമിഷങ്ങളെ ഇഷ്ടപ്പെടുക, നമ്മൾ ചെയ്യുന്ന വർക്കിനെ ഇഷ്ടപ്പെടാം. അതുപോലെ തന്നെ ഒരു വീട്ടമ്മയാവട്ടെ, ധാരാളം വർക്കുകളുണ്ട്. ഹൗ ടു ഫിനിഷ് ഓൾ ദ വർക്ക്. എനിക്ക് ഇത്രയും ടെഡിയസ് ടാസ്ക് ഉണ്ടല്ലോ, ഇത്രയും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുമ്പോൾ വർക്കുകൾ സ്മോൾ ഇതായിട്ട് തിരിച്ചിട്ട് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട്, ആൻഡ് യു ഫീൽ ദ ഹാപ്പിനെസ് ഇൻ ജോയ് ഇൻ ക്ലീനിങ് ആൻഡ് ജോയ് ഇൻ ഡൂയിങ് എനി ഓഫ് വർക്ക് യു ഡു. ഇപ്പോൾ ടീച്ചിങ് ആണ് പ്രൊഫഷൻ എന്നുണ്ടെങ്കിൽ ഇത്രയും ലെസൺ പ്ലാൻ എഴുതണം, ഇത്രയും പവർ പോയിന്റ് ഉണ്ടാക്കണം, ഇത്രയും വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് എന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാട്ടാ എന്ന് നമുക്കറിയാം. ബട്ട് അതൊക്കെ ഭയങ്കര ടഫ് ടാസ്ക്കാണ് എടുക്കാണ്ട്. ജോയ് ഓഫ് ഡൂയിങ് ഇൻ എനി ടാസ്ക് എന്നുള്ളത്, ആ ജോയ്, ഫൈൻഡ് യുവർ ജോയ്, ഇക്കിഗായിലൊക്കെ പറയില്ലേ അതുപോലെ. സോ സക്സസ് ഈസ് യുവേഴ്സ്. ഫോക്കസ് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ഫോക്കസ് ഓൺ വാട്ട് യു ഡു. അപ്പോൾ നമുക്ക് സക്സസ് നമ്മുടെ അടുത്തേക്ക് എന്തായാലും കൈപ്പിടിയിൽ തന്നെ ഉണ്ടാവും. സക്സസ് ഈസ് ഓൾ യുവേഴ്സ് ആൻഡ് യു ക്യാൻ അച്ചീവ് ദ ഗോൾ വാട്ട് യു എയിം ഫോർ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.